ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഞാൻ വൈറലായിട്ടുള്ള ഒരു സംഭവം ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളും ഈ ഒരു പ്രൊഡക്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോണ എന്താ സാധനം എന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സാധനം. ഈ ഒരു സാധനമാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണേ കേട്ടോ. ഇത് വന്നിട്ട് ചാർക്കോൾ മാസ്ക് ക്രീം ആണ് കേട്ടോ. അതായത് നമുക്കിങ്ങനെ പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് ചാർക്കോളിന്റെ ആണ്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇല്ല, നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പുറത്തേക്ക് എടുക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം പറയണത്. പിന്നെ ഇത് വന്നിട്ട് ബാംബു ചാർക്കോൾ ഓയിൽ കൺട്രോൾ ആന്റി ബ്ലാക്ക് ഹെഡ് മാസ്ക് ക്രീം എന്നാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആ ഒരു സംഭവം മാത്രമേ എനിക്ക് ഇംഗ്ലീഷിൽ കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഒരുമാതിരി ഇത് ഏതോ ഭാഷ എന്ന് എനിക്കറിയില്ല, കൊറിയയാണോ ചൈനയാണോ എനിക്ക് അറിയില്ല. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ഭാഷ വന്നിട്ട്. ഇത് എന്ത് ഭാഷയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഇതാണ് അതിന്റെ ഭാഷ വന്നിട്ട്. ഇതെന്താ കറുപ്പ സാധനം കയ്യിൽ? ഓക്കെ. അപ്പൊ ഇതാണ് സംഭവം. ഇതൊരു 130 ഗ്രാമാണ്. ഇത് 3 വരുന്ന ഒരു പാക്കാണ് കേട്ടോ ഞാൻ മേടിച്ചത്. പക്ഷെ ഈ ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളൂ, ഒരെണ്ണം ചേച്ചിയുടെ കയ്യിലും, ഒരെണ്ണം ഞാൻ രഞ്ജിത്താട്ടനും കൊടുത്തു. അങ്ങനെ ഈ ഒരെണ്ണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു 260 സംതിങ് ഇതിനുണ്ടായിരുന്നുള്ളൂ റേറ്റ് വന്നിട്ട്. അപ്പോൾ ഇത് നമുക്ക് മുഖത്തിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇവർ പറയുന്നത് പോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കറക്റ്റായിട്ട് വരുമോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം ഞാനിവിടെ ഫസ്റ്റ് തന്നെ എൻ്റെ മുട്ടിയൊക്കെ കെട്ടി ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഇടുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മുടിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് വലിച്ചിളക്കാനായിട്ട് എളുപ്പമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ നല്ലോണം തന്നെ നെറ്റിമെന്നൊക്കെ മാറ്റിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ ഒരു ചാർക്കോൾ മാസ്ക് ഞാൻ മുന്നും ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വർക്കിംഗ് ആണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് തന്നെ കേട്ടോ. ഫേസിന്റെ എല്ലാ ഭാഗത്തേക്കും ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പൊട്ട് മാറ്റുന്നുണ്ട്. പൊട്ട് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പൊട്ടും കൂടി ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിരികത്തിലൊക്കെ ആവാണ്ട് ശ്രദ്ധിക്കുക. കാരണം പിരികത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിലെന്തായാലും പറഞ്ഞു പോരും. അതുകൊണ്ട് പിരികത്തിലൊന്നും ആവാതെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ ഈ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. 10 മിനിറ്റോ 20 മിനിറ്റോ എന്നല്ല, നല്ലോണം ഡ്രൈ ആയതിനു ശേഷമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഉണങ്ങണത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നല്ലോണം ഉണങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് ഞാൻ കാണിച്ച് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റൂ കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വലിച്ച് പറിച്ചെടുക്കാം കേട്ടോ. സംസാരിക്കാനൊന്നും പാടില്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ചുളിവ് അല്ലെങ്കിൽ വലിയാനൊക്കെ ആയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതേപോലത്തെ പീൽ ഓഫ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഇരിക്കുക, അതാണ് നല്ലത്. അപ്പോൾ ഇത് ഇളക്കുന്നതിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുത്തിൻ്റെ താഴേക്ക് അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറിച്ച് തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല വേദന ഒന്നല്ല. നമ്മൾ പെൺപിള്ളേരാണല്ലോ, അത്യാവശ്യം വേദനകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇതൊന്നും ഒരു വേദനയായിട്ട് കൂട്ടാനില്ല, അത്ര വലിയ വേദനയൊന്നുമില്ല. പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരും, പക്ഷെ എന്നാലും വേദന അത്ര വലിയ വേദന എന്ന് പറയാനുള്ളൊരു വേദനയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെയ്ക്കും. നിങ്ങളിപ്പോൾ കാണുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വേദന, ഉറുമ്പ് കെട്ടിക്കുന്ന വേദന ഉള്ളൂ കേട്ടോ. എന്തായാലും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. ക്യാമറയിൽ കൂടി എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ ഇതിലെൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ക്യാമറയിൽ കൂടി എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു വെള്ള തരി പോലെ കാണുന്നത് കണ്ടോ, നിങ്ങളിങ്ങനെ കുറ്റി കുറ്റി പോലെ നിൽക്കണതൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതാണ് എൻ്റെ ഫേസിലുണ്ടായിരുന്ന ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ. നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് പരമാവധി ഞാൻ കാണിക്കാൻ പറ്റുന്നതോടത്തോളം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം അറിയില്ലല്ലോ കാണാൻ പറ്റുന്നുണ്ടോ പറഞ്ഞ്. ഈ കുഞ്ഞു തരി കുറ്റി പോലെ നിൽക്കണതാണ് കേട്ടോ എൻ്റെ ഫേസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ. അത്യാവശ്യം നല്ലോണം തന്നെ ഒരൊറ്റ യൂസിൽ ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും എക്സ്പ്രഷൻ ഇടേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് ഞാൻ മുന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇതേപോലെ റിസൾട്ട് കിട്ടുന്ന എനിക്ക് എന്തായാലും അറിയാം. പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ട എൻ്റെ മുഖത്തുനിന്ന് നോക്കിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്രഷൻ ഇടുന്നത് കേട്ടോ. സംഭവം വർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അതും ഒറ്റ
ട്രയൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അടിപൊളി സംഭവമാണ്. ഇനി നമുക്ക് നെറ്റിയിലുള്ളത് കൂടി ഒന്ന് പറിച്ച് നോക്കാം കേട്ടോ. ഇത് കളയാനായിട്ട് സുഖമാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മുടെ കടലാസ് ചുരുട്ടി കളയണ പോലെ നമുക്ക് കളയാൻ പറ്റുന്ന കേട്ടോ. നെറ്റിയിലുള്ളത് ഞാൻ ഇതേ ഊരി എടുത്തിട്ടുണ്ട്. നെറ്റിയിലും വന്നിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് ഒരുപാട് എന്താ പറയുക നല്ലോണം അങ്ങോട്ട് മനസ്സിലാവില്ല, എന്നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയില്ല. എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പെട്ടെന്ന് പോകാനുള്ളൊരു വഴിയാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ മൂക്കിൻ്റെ അവിടെയുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. സ്കിന്ന് നല്ല ക്ലീൻ ആയിട്ട് നല്ല സോഫ്റ്റ് ആയ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലും ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.